നന്നായി കവിതകൾ എഴുതുന്ന, കഥകൾ പറയുന്ന, ചുറ്റുമുള്ള മനുഷ്യരെ കേട്ടിരിക്കുന്ന ഒരാൾ. 2 പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. പഠിച്ച നല്ല പാഠങ്ങൾ പ്രാവർത്തികമാക്കി ഉയരങ്ങൾ കീഴടക്കാനുള്ള യാത്രയിലാണിപ്പോൾ അയാൾ. പറഞ്ഞു വരുന്നതേ കോഴിക്കോട് ഓമശ്ശേരിയിലുള്ള ഒരു 3ാം ക്ലാസ്സുകാരിയെ കുറിച്ചാണ്. ഇത് ആജ്ഞായാമി. കോഴിക്കോട് വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അമ്മ ശ്രുതിക്കും അച്ഛൻ അജയ് ശ്രീശാന്തിനും ആജ്ഞ വീട്ടിലെ അവരുടെ സ്വന്തം ആമിയാണ്. രാത്രിയിൽ കിടന്നുറങ്ങാൻ നേരം ഒരുപാട് കഥകൾ കേൾക്കും, കവിതകൾ ആസ്വദിക്കും. ചില കഥകൾക്കൊക്കെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളോട് ബന്ധമുണ്ടെന്നും ആജ്ഞ വളരെ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കി. ഭാഷയും എഴുത്തും വഴങ്ങി വന്നപ്പോഴേക്കും സ്വന്തം പേരിൽ ഒരു പുസ്തകമായി. വർണ്ണപ്പട്ടം, അതും UKGയിൽ പഠിക്കുന്ന കാലം. നല്ലൊരു വർണ്ണപ്പട്ടം ആഹ്ലാദത്തോടെ പറത്തുന്ന പട്ടം അമ്പമ്പൂ വലിയൊരു. പുസ്തകം എഴുതിയതും ക്യാൻസർ വാർഡിലെ കുഞ്ഞുങ്ങൾക്ക് താനൊരു കൂട്ടായി മാറിയതിന്റെയും വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഈ മിടുക്കി. ഈ കഴിഞ്ഞ ദിവസം എന്തോ മന്ത്രി ശിവൻകുട്ടിന്റെ അടുത്ത് പോയൊരു ഫോട്ടോ കണ്ടല്ലോ ഫോണില്, എന്താ സംഭവം? ഇത് അമ്മ ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള C4CCCI എന്ന് പറഞ്ഞൊരു സംഘടനയിലെ അംഗമാണ്. അപ്പോൾ അമ്മ പറയാറുണ്ട്, അപ്പൊ ഞങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ എത്രയോ ഭാഗ്യവന്മാരാണെന്ന്. അപ്പൊ എനിക്ക് തോന്നി അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്താലോ. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തക പ്രകാശനത്തിൽ കുറച്ച് ബുക്സ് അവൾക്ക് വേണ്ടി കൊടുത്തു. പിന്നെ എൻ്റെ 2ാമത്തെ പുസ്തക പ്രകാശനത്തിൽ അവൾക്ക് കുറച്ച് ബുക്സ് കൊടുത്തു. ഈ ആജ്ഞകളെ നിർത്തിക്കൊണ്ടേ നമ്മളെ മന്ത്രി എന്തോ ഒരു സംഭവം ഉദ്ഘാടനം ചെയ്തല്ലോ, അതെന്താ? അത് അക്ഷരക്കൂട്ട്. എന്താ സംഭവം? എന്താ അത്? ഈ ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നതും പിന്നെ ബുക്സ് ഒക്കെ കൊടുക്കുന്നതും. ആണോ? അതിൽ ആജ്ഞയാണ് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. തന്റെ 2 പുസ്തകങ്ങൾക്കൊപ്പം വളരെ ചെറുപ്പം മുതൽ സൂക്ഷിച്ചു വെച്ച നാണയത്തുട്ടുകൾ കൊണ്ട് വാങ്ങിച്ച അനേകം പുസ്തകങ്ങളും സമ്മാനിച്ചു. ഇവയെല്ലാം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലുള്ള ക്യാൻസർ വാർഡിലെ കുട്ടികൾക്കായി സമർപ്പിച്ചു. മാത്രവുമല്ല, ഒരു മൊബൈൽ സ്ക്രീനിന് ഇപ്പുറം ഇരുന്ന് ഈ കൂട്ടുകാരെയെല്ലാം അക്ഷരത്തിന്റെ ലോകത്തേക്ക് ആജ്ഞ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ക്ലാസ് തുടങ്ങിയാലോ? ഞാൻ വായിച്ചുതരാം, അതുപോലെ വായിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് അവള് ഒരു കൗതുകത്തിന് യൂട്യൂബിലൊക്കെ കേൾക്കുന്ന പാട്ടുകൾ പാടാനാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെയാണ് ഞാൻ ആ വരികൾ ശ്രദ്ധിക്കുമ്പോഴാണ് അത് അവൾ തന്നെ ഉണ്ടാക്കുന്നതാണ് മനസ്സിലാവുന്നത്. അപ്പം ഞാനത് ആദ്യം ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വിശ്വസിച്ചില്ല. അപ്പം ഞാനത് തെളിവിന് വേണ്ടിയിട്ടൊന്ന് റെക്കോർഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചത് പിന്നെ കുറേ വരികളൊക്കെ കൂടി അങ്ങനെ വന്ന സമയത്ത് ഞാനത് എഴുതി വെക്കാനും ഇതൊരു പുസ്തകമാക്കാമെന്ന് പറയുകയും അങ്ങനെ ആ പുസ്തകം പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത്. സ്വന്തം പേരിൽ പുസ്തകമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെന്ന ലോക റെക്കോർഡും ആജ്ഞ സ്വന്തമാക്കി. അക്ഷരങ്ങളെ കൂട്ടുകാരിയാക്കി നന്മയുടെ കണ്ണും കാതും തുറന്നിട്ട് ആജ്ഞയുടെ ഈ യാത്ര ഉയരങ്ങളിലേക്കാണ്. ആജ്ഞയുടെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞതൊക്കെയും കവിതകളായി, കഥകളായി. പുസ്തകമായപ്പോൾ ഒരുപാട് പേരത് വായിച്ചു. ഇനിയും എത്രയോ പേർ വായിക്കാനിരിക്കുന്നു. നമ്മുടെ ആൽഫ കിഡ്സൊക്കെ വേറെ ലെവലാണ് ഗൈസ്. ജോം ടിക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ഇംതിയാസ് കരീം തന്നെ നമ്മുടെ കൂടെയുണ്ട്. ഇംതിയാസ് അവസാനം പറഞ്ഞ തന്നെയാണല്ലേ, ഈ കാലത്തെ കുട്ടികളൊക്കെ വേറെ ലെവലാണ്. പക്ഷേ അതിലും ഒരു പിടി മികച്ചു നിൽക്കുന്ന, ഒരു പിടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ് തന്നെയാണ് ആജ്ഞ എന്ന് ഞാൻ പറയാം. കാരണം അവൾ അക്ഷരങ്ങളെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ അക്ഷരങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് പകർന്നുകൊണ്ട് എങ്ങനെയാണ് അതൊക്കെ അവളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും അത് സംസാരിക്കുമ്പോൾ തന്നെ, ആ കുഞ്ഞ് ഇംതിയാസ് എടുത്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൻ്റെ ചുറ്റുപാട് നടക്കുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് സൂക്ഷ്മമായി തന്നെ കൃത്യതയോടുകൂടി അവൾ ജീവിതത്തിലേക്ക് പകർത്തുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ക്യാൻസർ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഭാഗ്യമുള്ളവരാണ്, അവരങ്ങനെയല്ലല്ലോ, അവർക്ക് ഞാൻ കൈത്താങ്ങാകണം എന്നുള്ള വലിയ മനസ്സ് അത് പറയാൻ അവൾക്ക് തോന്നിയത്. അപ്പോൾ ഇനിയും ഉയരത്തിലേക്ക് എത്തേണ്ട ആൾക്കാണ്. അണിയറയിൽ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതുന്നുണ്ടായിരിക്കും, അതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരണം. ഈ ആജ്ഞായാമിയുടെ ഈ പുസ്തകമെഴുത്തിനും ഈ കലാവിരുദിനും ഒക്കെ പിറകിൽ അവരുടെ അച്ഛനും അമ്മയും ഉണ്ട് എന്നുകൂടെ ഞാൻ പറഞ്ഞു വെക്കുകയാണ്.
അച്ഛൻ അജയ് ശ്രീശാന്തും അമ്മ ശ്രുതി സുബ്രഹ്മണ്യനുമാണ്. ശ്രുതി ആകാശവാണിയിലെ ജേർണലിസ്റ്റാണ്. മാതൃഭൂമി ലേഖകൻ തന്നെയാണ് അജയ് ശ്രീശാന്ത് എന്ന് പറയുന്ന ഈ കക്ഷി. ഇവർ രണ്ടുപേരും ഈ ആഗ്നായാമി ഉണ്ടായത് മുതൽ ഈ അടുത്തിരുന്ന് ഒപ്പം കിടത്തി കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത് അമ്മയാണ്. അങ്ങനെ അമ്മ തന്നെ പറയുന്നുണ്ട്, ഈ കുറേ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് വളരെ സൂക്ഷ്മതയോടുകൂടി ഈ ആജ്ഞ കേട്ടിരിക്കാറുണ്ട്, പണ്ട് മുതലേ അങ്ങനെയാണ് എന്നൊക്കെ അമ്മ തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം ഇത് കുറേ സമയം കഴിഞ്ഞപ്പോൾ ആജ്ഞ തന്നെ സ്വന്തമായിട്ട് കവിതകൾ ചൊല്ലുന്നു, സ്വന്തമായിട്ട് കഥകളൊക്കെ പറഞ്ഞു തുടങ്ങുന്നു. അങ്ങനെയാണ് ഇത് ഇവരുടെ രണ്ടുപേരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ ഈ കഥയിലൊക്കെ സ്റ്റോറിയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ഉദ്യമം കൂടെയാണ്. ഈ ക്യാൻസർ വാർഡിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ, ആ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും കവിതകൾ ചൊല്ലിക്കൊടുക്കാനും. അതെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുഞ്ഞ് ആ തലത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ ഇംതിയാസ് പറഞ്ഞതുപോലെ തന്നെ ആ അച്ഛനും അമ്മയും കുഞ്ഞുനാളിൽ അവളുടെ ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവന്ന അവർക്കാണ് വലിയൊരു കയ്യടി കൊടുക്കേണ്ടത്.